ഞാനും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. അപ്പോൾ അന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നിൽക്കേണ്ടതെന്നോ അറിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തു. ശരിക്കും പ്രാർത്ഥന മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നടത്തിയത് മുഴുവൻ മാതാവായിരുന്നു. കൈ പിടിച്ച് നമുക്കൊരു വെച്ചാൽ ഇൻവിസിബിളായിട്ട് നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്ന പോലെയാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻകൂട്ടി നമുക്ക് ചെയ്ത് തന്ന് എന്താണ് നമുക്ക് വഴി നടത്തേണ്ടത്. നമ്മൾ ഇപ്പോൾ ഒരു മുന്നിൽ നമുക്കൊരു കുഴി ഉണ്ടെങ്കിൽ ചിലപ്പം കുഴി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. പക്ഷേ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഓക്കെ ഇന്നടത്ത് കുഴിയുണ്ട്, അല്ല ഇന്ന വഴി പോയാൽ അത് തെറ്റിപ്പോകുമെന്ന് അറിയാവുന്ന പോലെ നമ്മളെ കൈ പിടിച്ച് നടത്തി. നമുക്ക് നമ്മുടെ മുന്നിൽ അത് നമ്മൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ നമ്മളെ അതിൽ നിന്നും ആണല്ലോ രക്ഷിച്ചത്. അതുപോലെ ആയിരുന്നു അന്നത്തെ എൻ്റെ സിറ്റുവേഷൻസ്. അതിൽ നിന്നെല്ലാം ദേവമാതാവ് എന്നെ കൈപിടിച്ച് നടത്തി ഇവിടെ എത്തിച്ചു.